കുറവലങ്ങാട് കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്ത് അതിർത്തി ഗ്രാമമായ ഇലക്കാട് ചിറകണ്ടം ഭാഗത്താണ് പാറമടയിൽ നിന്ന് കല്ല് വീണ് വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടത്. 10ഓളം വീടുകളാണ് നാശനഷ്ടങ്ങൾ നേരിട്ടത്. വർഷങ്ങളായി ഇവിടെ വലിയ അപകട ഭീഷണി ഉയർന്നു നിൽക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ശനിയാഴ്ച രാവിലെ 11:30ഓടെയാണ് പാറമടയിൽ നിന്ന് കൂറ്റൻ ശബ്ദത്തോടുകൂടി പാറക്കഷണങ്ങൾ വീടുകൾക്ക് മേൽ പലയിടങ്ങളിലായി വന്നു പതിച്ചത്. പലയിടങ്ങളിലും വീടുകളുടെ ഓട് തകർന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വാർക്കപ്പുറത്തും കൂട്ടത്തോടെ കല്ലിന്റെ ചീളുകൾ കിടക്കുന്നുണ്ട്. ചിറകണ്ടം ശ്രീകൃഷ്ണവിലാസത്തിൽ ഹരികുമാർ, സഹോദരൻ കൃഷ്ണകുമാർ, ചിറകണ്ടം കാഞ്ഞിരത്താങ്കുഴി രാജൻ, ചിറകണ്ടം കൊച്ചുപുര സെബാസ്റ്റ്യൻ, കൊച്ചുപുര സോണി ജെയിംസ്, കുമരംപറമ്പിൽ വിജയൻ, രണ്ടാനിത്തടത്തിൽ മുരളീധരൻ നായർ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് മരങ്ങാട്ടുപള്ളി കുറവലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. കല്ല് ഇല്ലാതിരുന്നതിനാൽ നാട്ടുകാർ തടഞ്ഞു നിർത്തിയ ലോറി യാത്ര തുടരാൻ അനുവദിക്കുകയായിരുന്നുവെന്ന നിലപാടാണ് സ്ഥലത്തെത്തിയ മരങ്ങാട്ടുപള്ളി പോലീസ് സ്വീകരിച്ചത്. കാലിയായ ലോറി കസ്റ്റഡിയിലെടുക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന നിലപാടാണ് മരങ്ങാട്ടുപള്ളി പോലീസ് ജനങ്ങളോട് വിശദീകരിച്ചത്. കുറവലങ്ങാട് പോലീസ് സ്ഥലത്തെത്തി കേടുപാടുകളുണ്ടായ വീടുകൾ പൂർണ്ണമായും സന്ദർശിച്ച് വിവരങ്ങൾ ആരാഞ്ഞു. കുറവലങ്ങാട് പഞ്ചായത്തിലും കുറവലങ്ങാട് പോലീസിന്റെ അധികാര പരിധിയിലുമാണ് അപകടത്തിന് ഇടയാക്കിയ പാറമട പ്രവർത്തിക്കുന്നത്. എന്നാൽ കേടുപാടുകളുണ്ടായ വീടുകൾ പൂർണ്ണമായും മരങ്ങാട്ടുപള്ളി പോലീസിന്റെ അധികാര പരിധിയിലും കടപ്പളാമറ്റം പഞ്ചായത്ത് പ്രദേശത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. പാറമടയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് വേണ്ടി ശക്തമായ ജനകീയ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതാണ് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മുൻപും ചെറിയ ചെറിയ അപകടങ്ങൾ പാറമടയിൽ നിന്ന് കല്ല് തെറിച്ച് ഉണ്ടായിട്ടുള്ളതായും നാട്ടുകാർ പറയുന്നുണ്ട്. അപകടം സംബന്ധിച്ച നാട്ടുകാരുടെ വിലയിരുത്തലുകൾ ഇങ്ങനെ. തകളം കേട്ട് ചോട് വന്നപ്പോഴത്തേനും കല്ലെല്ലാം വരയ്ക്കകത്ത് വീണു. ഇനിയിപ്പോ എന്നെ അവിടെ ചെന്ന് പറഞ്ഞിട്ട് അവരാരും അനങ്ങുമല്ലോ, ഒന്നുമില്ല, ആരും കണ്ടുപോലുമില്ല. ഒരു 10-11 മണിയായല്ലോ. ഇതിനു മുമ്പ് മുറ്റത്ത് പറമ്പിലെല്ലാം മീൻ കിടക്കും. വരയ്ക്കാത്തേക്ക് ഇന്ന് ആദ്യം വരുന്നത്. ഇത് താഴെ ഇന്ന് ആദ്യത്തെ വെടിക്ക് ആ താഴെ ഈ പറമ്പിൽ ഇവിടെ എല്ലാം വന്ന് വീണായിരുന്നു. ഞാനും ഈ കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നു. മറ്റേ കൊച്ചിലെ കൂടെ സൈക്കിൾ ഓടിച്ചോ. കൊച്ചിനെ ഓടി പിടിച്ചോണ്ട് വന്നപ്പോഴത്തേനും ഇവിടെ വെള്ളം കേട്ട് ഓടിയാൻ വന്ന് ഇപ്പോഴത്തേനും കൊച്ചു അപ്പുറം ഓടിപ്പോയായിരുന്നു. ചെതറി ഇവിടെ എല്ലാം മുറ്റത്തെല്ലാം നിറച്ച് കല്ല് നിറച്ചു. പിടിപിടിച്ചോണ്ട് വന്നിട്ട് വരക്കോളിലേക്ക് വീണായിരുന്നു. പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. അല്പം ഇതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല അതിന്റെ തലകേട് ഇതുപോലെയല്ലേ. സ്ഥിരമായിട്ടുള്ള ഈ 6-8 വർഷമായി ഈ പാറോട് നടക്കാനായിട്ട്. ഒരു രക്ഷയില്ല. പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല. അതിനകം കൂടുതൽ പരിധിക്ക് കൂടുതലുള്ള ഇത് അവിടെ എടുത്തിട്ടുണ്ട്. അതിനകം കൂടുതൽ ആഴത്തിലേക്ക് സാധനം കിടക്കുന്നു. മൈനിങ്ങിന്റെ ഇതിനനുസരിച്ച് നടക്കുന്ന എപ്പോഴും വീട് നടുങ്ങ ഓരോ വെടി വെക്കുമ്പോഴും പേടിച്ചിട്ട് വഴിയെ പോലും നടക്കത്തില്ല ആൾക്കാർക്ക്. നിങ്ങൾക്കൊക്കെ എന്നെ പേടിയാന്നറിയാം. വലിയ വണ്ടി വരുമ്പോഴേക്കും കൊലയാളി വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് പിള്ളേര് ചാടി പെരക്കകത്ത് കയറി. ടിപ്പർ ഇങ്ങനെ പാഞ്ഞു വരുന്ന കാണുമ്പോഴേക്കും 3-4 എണ്ണം റെഡിയായിട്ട് പുറകെ വന്നോണ്ടിരിക്കുന്നത്. മറ്റേ വീട് മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ പണിതാണ്. അന്നേരം ഈ പൊട്ടിയിൽ തുടങ്ങിയത്. ഇതുപോലെ കല്ല് വന്ന് കഴിഞ്ഞാൽ എങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റും? പറമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഒരു പറമ്പിൽ പോലും ഇറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് വെളിയിൽ മുറ്റത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. കഷ്ടപ്പെടുത്തി പാത്രം വെച്ചാ വെള്ളം പിടിച്ചോണ്ടിരുന്ന ഞങ്ങള്. ഈ പാറമടയിൽ നിന്ന് കല്ല് വീണ് വന്നാൽ ഉടനെ കല്ലും പെറുപ്പിക്കൊണ്ട് പോകും. പൊട്ടിക്കുമ്പോ ഞങ്ങളുടെ ജെല്ലൊക്കെ കിടന്നിരുന്നു. ഇന്നിപ്പോ ആദ്യമായിട്ട് ഇവിടെ ഈ തോട് നിക്കല് ആദ്യമായിട്ടാണ്. താഴെ ആ ഭാഗത്തൊക്കെ കല്ല് വന്നാലും ഇങ്ങോട്ട് കിടക്കാറുണ്ടായിരുന്നു. കല്ല് വന്നില്ലാലും ഭിത്തിയെല്ലാം വിണ്ടു കയറിയിരിക്കുക. നടുക്കമാണ് ഈ വെടി പൊട്ടുമ്പോ വീട് മൊത്തം നടുക്കം പോലെയാ. ജീവൻ മഴയും വെച്ച് ഞങ്ങളിവിടെ ജീവിക്കണത്. ജീവൻ മഴയും വെച്ച് 1.5 സെന്റ് സ്ഥലമുള്ളൂ. ഞങ്ങൾ എങ്ങോട്ടാ പോണത്? സ്ഥലമില്ല ഇത് പെര വെക്കാനായിട്ട്. അതവിടെ ഇരുന്ന് ആ ബെഡായിരുന്നു എഴുതി പഠിക്കുമായിരുന്നു. ഈ ഒച്ച കേട്ടോണ്ട് കൊച്ചിറങ്ങി ഓടിയത്. എന്നാലും പെര പോയാലും ദൈവമേ കൊച്ചിനെ കിട്ടിയില്ല. അതാ ഓർക്കുന്നത്.